ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്ലഷറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈനിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 50, 51 പേജുകളായിട്ട് വരുന്ന രണ്ട് പ്രധാന ടോപ്പിക്കുകളാണ്. ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്സ് ആൻഡ് സെക്കൻഡ് വൺ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ഫ്രീ ഫോൾ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. യു കൺസിഡർ എ വെഹിക്കിൾ മൂവിങ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ എ എന്നുള്ള യൂണിഫോം ആക്സിലറേഷൻ വെഹിക്കിൾ മൂവ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഇൻക്രീസിങ് ഗ്രാജുവലി. വെലോസിറ്റി ഗ്രാജുവലി കൂടുകയാണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ തോത് കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷനാണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ടൈം മാർക്ക് ചെയ്തിരിക്കുകയാണ് 0, 1, 2 സെക്കൻഡ് ലൈക്ക് ദാറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്. ഒരു സെക്കൻഡിൽ, ആദ്യത്തെ സെക്കൻഡിൽ വെഹിക്കിളിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെക്കൻഡിൽ അറിയാം, രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി വെലോസിറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ട് സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. തേർഡ് സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണിത്. ഫോർത്ത് സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓരോ സെക്കൻഡിലും വെഹിക്കിളിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി വരികയാണ്. ഇനി നോക്കൂ, ഇവിടെ ഒന്നാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 സെക്കൻഡ് ബോഡിക്കുണ്ടായ ആകെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് കൂടിയതായിരിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 3 സെക്കൻഡിലെ ബോഡിയുടെ മൊത്തം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇത്രയും ലെങ്ത് ആയിരിക്കും. 4 സെക്കൻഡിലെ വെഹിക്കിളിൻ്റെ മൊത്തം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇത്രയും ലെങ്ത് ആയിരിക്കും. നമുക്കിവിടെ വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കിവിടെ 4th സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 സെക്കൻഡിലുണ്ടായ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് 3 സെക്കൻഡിലുണ്ടായ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 4ാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 4th സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 4 സെക്കൻഡ്സ്. പറഞ്ഞാൽ 4 സെക്കൻഡിലുള്ള മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 3 സെക്കൻഡ്, 3 സെക്കൻഡിലുണ്ടായ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പോൾ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. ആ തരത്തിൽ നമുക്കിവിടെ വേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് nth സെക്കൻഡ് എന്നിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിൽ ആവാം. nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ അതിന് തൊട്ട് മുന്നത്തെ ഒരു സെക്കൻഡ്, ദാറ്റ് ഈസ് n-1th സെക്കൻഡ്. ഇവിടെ അപ്പോൾ നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 എടുക്കുന്നു, ഇവിടെ 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 എടുക്കുന്നു. ആ തരത്തിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് S = ut + ½ ആണ്. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനാണ്. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Sn Sn എന്ന് പറഞ്ഞാൽ nth സെക്കൻഡിലുണ്ടായ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് n-1th സെക്കൻഡിലായ മൊത്തം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Sn-1. അപ്പോൾ അവിടെ ടിക്ക് പകരമായിട്ട് n ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. n ആണ് nth സെക്കൻഡിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ടിക്ക് പകരം n കൊടുത്തു. ദാറ്റ് ഈസ് u × n + ½ × a × n² മൈനസ് ഇവിടെ ടിക്ക് പകരം n-1 കൊടുത്തു. ദാറ്റ് ഈസ് n-1th സെക്കൻഡ് എന്ന് പറയുന്നത്. സോ u × n-1 + ½ × a × n-1² ബ്രാക്കറ്റ് മാറ്റി un + ½ n² അതേപോലെ എഴുതി മൈനസ് ഇവിടെ അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ബ്രാക്കറ്റ് മാറ്റുകയും ചെയ്തു. ദാറ്റ് ഈസ് -u × n-1 മൈനസ് ½ × a × n-1² un + ½ n² അതേപോലെ എഴുതി. -u × n ഈസ് -un -u × -1 ഈസ് +u മൈനസ് ½ ഇൻറ്റു ഇവിടെ a-b² എക്സ്പാൻഷൻ പറഞ്ഞാൽ a² - 2ab, ഇവിടെ b എന്ന് പറഞ്ഞാൽ 1 ആണ്. 2ab + b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പ് un അതേപോലെ എഴുതി +½ n² അതേപോലെ എഴുതി -un + u. ഈ -½ കൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് -½ × n² -½ a × -2 എന്ന് പറഞ്ഞാൽ 2 × 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ an പ്ലസ് -½ a ഇത്രയും കിട്ടും. ഇനി ഇതേപോലുള്ള ലൈക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സയൻസിലുള്ള ടേംസുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ un ഉണ്ട്, ഇവിടെ -un ഉണ്ട്, ഇവിടെ ½ n², ഇവിടെ -½ n². അതിന് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ കിട്ടുന്നത് നമ്മൾ ചെയ്യുന്നത് nth സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? u + an - a/2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു u + an കോമൺ എടുത്തു n-½ Okay, so that is Snth is equal to u plus
ഈ 2നെ കോമൺ ആക്കി എടുത്തു, ദാറ്റ് ഈസ് ഈ 2നെ ഇങ്ങോട്ട് കൊടുക്കുന്നു, ദാറ്റ് ഈസ് 2n മൈനസ് 1. ഇവിടെ ബൈ 2 വരും, ആ 2നെ ഇങ്ങോട്ട് എടുത്തു, ദാറ്റ് ഈസ് snth ഈസ് ഈക്വൽ ടു u പ്ലസ് a ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്. അപ്പോൾ നമ്മൾ എത്ര ചെയ്തുള്ളൂ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് കാണണമെങ്കിൽ the total displacement in n seconds minus the total displacement in n minus 1 second ചെയ്തിട്ട് ഈ തരത്തിൽ പ്രൊസീഡ് ചെയ്തപ്പോൾ you will get the equation snth is equal to u plus a by 2 into 2n minus 1. So we got the displacement in nth second as u plus a by 2 into 2n minus 1. ഇവിടെ നോക്കൂ, ഇവിടെ u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, that is a constant value. Acceleration എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്. അപ്പോൾ a is constant and 2 is also constant. So u and a by 2 are constants. So what will you get? snth is equal proportional to, ഇതെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് it is proportional to 2n minus 1. 2n minus 1. ഇനി ഞാനിവിടെ n-ന് ഫസ്റ്റ് സെക്കൻഡ് n1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 into 1 minus 1, that is s1. That is displacement in ഫസ്റ്റ് സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 തന്നെ കിട്ടും. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഇൻ സെക്കൻഡ്, ദാറ്റ് ഈസ് രണ്ടാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ n-ന് 2 കൊടുക്കുക. സോ 2 into 2 minus 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 3 വരും. ദാറ്റ് ഈസ് s2 ഈസ് പ്രൊപ്പോർഷണൽ ടു 3. ഇനി n-ന് 3 കൊടുക്കുക, ദാറ്റ് ഈസ് മൂന്നാമത്തെ സെക്കൻഡ്, ദാറ്റ് ഈസ് s3 ഈസ് പ്രൊപ്പോർഷണൽ ടു 5. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ s1 is to s2 is to s3 ഈസ് ഈക്വൽ ടു 1 is to 3 is to 5. ഇത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഫസ്റ്റ് സെക്കൻഡിൽ, സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, അങ്ങനെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈ ഒരു കാര്യം കണ്ടെത്തിയത് ഗലീലിയോ ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. നമ്മൾ പറയുന്ന പേരാണ് ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് s is equal to ut plus half a t square. ഇക്വേഷൻ നമ്മൾ u0, ഇനീഷ്യൽ വെലോസിറ്റി is taken as 0. So s equal to, ഈ ടേം 0 ആയി കഴിഞ്ഞാൽ s equal to half a t square. a by t is already a constant. So s is proportional to t square. t-ക്ക് 1 കൊടുത്തു നോക്കുക. t-ക്ക് 1 കൊടുക്കുക പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് s1 ഈസ് പ്രൊപ്പോർഷണൽ ടു t-ക്ക് 1 കൊടുക്കുമ്പോൾ 1 കിട്ടും. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 സെക്കൻഡ്, 2 സെക്കൻഡിൽ സഞ്ചരിച്ച ആകെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് s2 ഈസ് പ്രൊപ്പോർഷണൽ ടു 4. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3 സെക്കൻഡ്സ്, മൂന്നാമത്തെ സെക്കൻഡ് എന്നല്ല 3 സെക്കൻഡിലെ ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് s3 ഈസ് പ്രൊപ്പോർഷണൽ ടു 9. അപ്പോൾ ഇത് 1 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഇത് 2 സെക്കൻഡിലുള്ള ആകെ ഡിസ്പ്ലേസ്മെന്റ്, ഇത് 3 സെക്കൻഡിലുള്ള ആകെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ s1 is to s2 is to s3 is in the ratio 1 is to 4 is to 9. So what is it? This is actually the ratio of the total distance covered in each second. That is, നേരത്തെ കണ്ടെത്തിയത് ഓരോ സെക്കൻഡിൽ ഒന്നാമത്തെ സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ് അങ്ങനെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ ആയിരുന്നു 1 is to 3 is to 5 എന്നുള്ളത്. ഇവിടെ it is the ratio of the total distance covered in each second. That is, ഒരു സെക്കൻഡിലുള്ളത്, 2 സെക്കൻഡിലുള്ളത്, ആകെ ഡിസ്പ്ലേസ്മെന്റ് 3 സെക്കൻഡിൽ 4 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, അത് അതിന്റെ റേഷ്യോ 1 is to 4 is to 9 എന്നാണ് വരിക. ഇനി നമുക്ക് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസ് നോക്കാം. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫ്രീ ആയിട്ട് നമ്മൾ ത്രോ ചെയ്യില്ല, ഫ്രീ ആയിട്ട് വിടണം. അപ്പോൾ u is equal to 0 ആയിരിക്കും. ഇനി ഇതാണ് ബോഡി ഡിസ്പ്ലേ, ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് എങ്കിൽ ഹൈറ്റ് h എടുത്തിരിക്കുന്നു. h is taken as പോസിറ്റീവ്. ഞാൻ ഇവിടെ നിന്നുള്ള ഡയറക്ഷൻ എല്ലാം തന്നെ പോസിറ്റീവ് ഡയറക്ഷൻ എടുക്കുന്നത്. അത് നമ്മൾ ഒരു ഡയറക്ഷൻ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ എടുക്കുകയാണെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. u is already here 0, h is positive and g is positive and v is also പോസിറ്റീവ്. കാരണം v എന്നുള്ളത് ഒരു ഫൈനൽ വെലോസിറ്റി, ഇവിടെ എത്തുമ്പോഴേക്കും വെലോസിറ്റി കാണും. ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കാം. s is equal to ut plus half a t square. s എന്ന് പറയുന്നത് ഇവിടെ ഇതിനുണ്ടായ ഹൈറ്റ് ഡിഫറൻസ് ആണ്, അത് h ആണ്. h is equal to u0 ആണ്. സോ ഹാഫ് ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ഇവിടെ g ആണ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. സോ ഹാഫ് ഇൻറ്റു g ഇൻറ്റു ടി സ്ക്വയർ. നേരത്തെ പോലെ ഇവിടെ g ഉം 2 ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. സോ h ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഹൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. ഇതേപോലെ നമ്മൾ ഹൈറ്റിൻ്റെ റേഷ്യോ, നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ കണ്ട പോലെ ഇവിടെ റേഷ്യോ ഓഫ് ദി ഹൈറ്റ്സ്, ടോട്ടൽ ഹൈറ്റ്സ്, അതായത് എങ്ങനെ വരും? h1 is to h2 is to h3 എന്ന് പറഞ്ഞാൽ h-ന് t-ക്ക് 1 കൊടുക്കുമ്പോൾ h1 കിട്ടും. h1 is proportional to 1. t-ക്ക് 2 കൊടുക്കുമ്പോൾ h2 is proportional to 2 square, that is 4.
ടിക്ക് 3 കൊടുക്കുമ്പോൾ h3 is proportional to 3 square, that is 9. So it is the ratio of the total displacement in equal interval of time, that is 1:4:9. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് ഫോർ ഹൊറിസോണ്ടൽ മോഷൻ നേരത്തെ കണ്ടെത്തേണ്ടായി. ഒരു വെഹിക്കിൾ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? S1:S2:S3 വാസ് 1:3:5. ഇനി ഇതേ തരത്തിൽ തന്നെ ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി എന്തായിരിക്കും റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 3.6 ഈ ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്, നമ്മൾ അതിനെ അറിയാം. അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u = 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് ടൈം 0 സെക്കൻഡ്. ആഫ്റ്റർ 1 സെക്കൻഡ് ആ ബോഡി ഇവിടെ എത്തി. 2 സെക്കൻഡിന് ശേഷം അതിൻ്റെ എന്ത് കൂടാണ്? ആക്സലേഷൻ കൂടെ. യൂണിഫോം ആക്സലേഷൻ ആണ്. ഇവിടുത്തെ ആക്സലേഷൻ പറയുന്നത് ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. g കൂടിയുന്നതിൻ്റെ ഫലമായിട്ട് അത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. x2 ആയിരിക്കും, അടുത്ത സെക്കൻഡിൽ x3, അടുത്ത സെക്കൻഡിൽ x4. ഈ തരത്തിലായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ റേഷ്യോ x1:x2:x3. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് Sn = നമുക്കറിയാം u + a/2 × 2n-1. നമുക്കറിയാവുന്ന ഇക്വേഷൻ Sn = u + a/2 × 2n-1. ഇവിടെ നമുക്ക് എസിന് പകരം x എടുത്തിരിക്കുന്നത്. ഈ തരത്തിലാണ് ഡിസ്റ്റൻസ് എടുത്തിട്ട് x റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് x1 ആദ്യം കാണണം. വാട്ട് ഈസ് x1? x1 = u ഓൾറെഡി 0 ആണ് നമ്മൾ പറഞ്ഞു. g/2 എക്ക് പകരം ഇവിടെ g കൊടുക്കുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ g/2 × 2 × n പകരം 1 കൊടുത്തു. 2 × 1 - 1 അപ്പോൾ 1 കിട്ടും. സോ g/2 × 1. g/2 is already constant. സോ x1 is proportional to 1 കിട്ടും. ഇനി x2 കാണണം. x2 കാണാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക? x2ന് ദാറ്റ് ഈസ് g/2 × n പകരം 2 കൊടുക്കുക. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ nth സെക്കൻഡ്. അപ്പോൾ അവിടെ n സെക്കൻഡ് ആയതുകൊണ്ട് n 2 കൊടുക്കുക. ദാറ്റ് ഈസ് g/2 × 2 × 2 - 1. അപ്പോൾ ഇവിടെ 2 × 2 4 - 1 3 എന്ന് വരും. സോ g/2 × 3. g/2 ഓൾറെഡി ഈസ് കോൺസ്റ്റന്റ്. സോ x2 പ്രൊപ്പോർഷണൽ ടു 3 എന്ന് കിട്ടും. പിന്നെ അതുപോലെ x3 കാണാം. g/2 × 2 × n പകരം 3 കൊടുക്കുക. സോ 2 × 3 - 1 ദാറ്റ് ഈസ് x3 ഈസ് പ്രൊപ്പോർഷണൽ ടു 5. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് x1:x2:x3 ഈസ് ഇൻ ദ റേഷ്യോ 1:3:5 എക്സെട്ര. ഇത് തന്നെയാണ് കുറേ ഹൊറിസോണ്ടൽ മോഷൻ വെഹിക്കിളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് കുറേ ഫ്രീലി ഫോളിംഗ് ബോഡിയാണ് വെച്ചാലും ഇഫ് ദ ബോഡി ഈസ് മൂവിങ് ഇൻ എ ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ റേഷ്യോ 1:3:5. ഓക്കെ, ഇതാണ് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്. ഇനി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി വാട്ട് ഈസ് ദി വെലോസിറ്റി? അതിൻ്റെ ഒരു റിലേഷൻ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രോബ്ലം അതിനെ ബേസ് ചെയ്ത് ചോദിക്കാം. നമുക്കറിയാം ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ടോട്ടൽ ഹൈറ്റ് h എന്ന് എടുത്ത് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ പ്രകാരം v² = u² + 2as ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി u is 0. അപ്പോൾ u 0 കൊടുത്തു. a എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന് പകരം നമുക്ക് g കൊടുക്കാം. s പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇവിടെ ഹൈറ്റിൻ്റെ ടേമിൽ എടുത്തു. ദാറ്റ് ഈസ് 2 × g × h or the v is equal to √2gh. That is the final velocity for a freely falling body. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത ഒരു പ്രോബ്ലം നോക്കാം. A stone is allowed to fall freely from the top of a tower 300 meter. 300 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിൽ നിന്ന് ഒരു സ്റ്റോൺ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാണ്. ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അനദർ സ്റ്റോൺ, വേറൊരു സ്റ്റോൺ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പ്, ഇവിടുന്ന് ത്രോ ചെയ്യാണ് ഫ്രം ദി ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി ഓഫ് 100 m/s. അപ്പോൾ ഈ സ്റ്റോൺ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, ഈ സ്റ്റോൺ ഇവിടുന്ന് 100 m/s ത്രോ ചെയ്യുന്നു. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് വാട്ട് ടൈം വിൽ ദേ മീറ്റ്? ഈ രണ്ട് സ്റ്റോണും തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യും. ആ ഏത് സമയത്തായിരിക്കും അത് മീറ്റ് ചെയ്യുക? രണ്ടാമത്തെ ചോദ്യം, ഹൗ ഫാർ ദേ മീറ്റ് ഫ്രം ദ ഗ്രൗണ്ട്? ഇത് ഈ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കും ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുക? അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ എക്സ് കണ്ടുപിടിക്കണം, ടിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റോണിൻ്റെ കേസ് നോക്കാം. ഫസ്റ്റ് സ്റ്റോണിനെ സംബന്ധിച്ച് ഇനീഷ്യൽ വെലോസിറ്റി u is equal to 0 ആണ്. ആക്സലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് a is g and t you have to find out. Our equation is s is equal to ut plus half by t square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഒന്നാമത്തെ സ്റ്റോണിനെ സംബന്ധിച്ചിട്ട് നോക്കൂ, ഇത് മൊത്തം 300 മീറ്റർ ആണ് ടവറിന്റെ ഹൈറ്റ്. ഈ സ്റ്റോൺ ഇവിടെ എത്തുന്ന സമയം ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളറിയാം, ഇത് ഡിസ്റ്റൻസ് എക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം 300 ആണെങ്കിൽ ദിസ് ഈസ് 300 മൈനസ് എക്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോൺ സഞ്ചരിച്ച ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് 300 മൈനസ് എക്സ് ആണ്. ദാറ്റ് ഈസ് 300 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇവിടെ ജി എന്ന് പറഞ്ഞു, ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു ടി സ്ക്വയർ നമുക്കറിയില്ല. സോ വി ഗോട്ട് ദ ഫസ്റ്റ് ഇക്വേഷൻ 300 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ അവിടെ എക്സും അറിയില്ല ടിയും അറിയില്ല. നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വേരിയബിൾ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റോൺ എടുക്കാം. സെക്കൻഡ് സ്റ്റോൺ ഈസ് ത്രോയിങ് വിത്ത് എ സ്പീഡ് ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കേണ്ടത്. എ ഇസ് മൈനസ് 9.8 ആൻഡ് എസ് എന്ന് പറയുന്നത് ഇവിടെ ഈ സ്റ്റോണിനെ സംബന്ധിച്ച് ഈ സ്റ്റോൺ ഇവിടെ എത്താൻ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിന് പകരം എക്സ് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു ടി. എക്ക് പകരം മൈനസ് 9/2 കൊടുത്തു, 9.8 കൊടുത്തു. ദാറ്റ് ഈസ് മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 100t മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ടിയുടെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ടി എന്താണ് എക്സ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ടി എന്ന് പറഞ്ഞാൽ എപ്പോഴാണിത് കൂട്ടിമുട്ടുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് സ്റ്റോണിനെ സംബന്ധിച്ച് അതിൻ്റെ ടൈം ഓഫ് മീറ്റിംഗ് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ സ്റ്റോൺ ഇവിടെ എത്തുന്ന അതേ സമയം കൊണ്ട് തന്നെയാണ് ഈ സ്റ്റോൺ ഇവിടെയും എത്തുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ടൈം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ടി കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഒന്നും രണ്ടും നമ്മൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 300 മൈനസ് എക്സ് പ്ലസ് എക്സ്. LHS ആഡ് ചെയ്തപ്പോൾ എക്സും എക്സും പോയി. സോ 300 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇവിടെ ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ ആണ്. ഇവിടെ 100t മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ടി സ്ക്വയർ ആണ്. ഈ ടേമും ഇവിടെ ക്യാൻസലായി. അപ്പോൾ ബാക്കി എന്താ വരിക? 100t. സോ 300 ഈസ് ഈക്വൽ ടു 100t or t is equal to 300 by 100, that is 3 seconds. That is at the time of 3 seconds. എറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇവിടുന്ന് ഫ്രീ ഫോൾ ആയി വരുന്ന ശേഷം ഇവിടുന്ന് എറിഞ്ഞതിന് ശേഷം 3 സെക്കൻഡിന് ശേഷം ദേ വിൽ മീറ്റ്. ഓക്കെ, ഇനി എപ്പോഴാണ് എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വേണ്ടത് എത്ര ഹൈറ്റിലാണ് കൂട്ടിമുട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ആണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിനുള്ള നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാം. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു ടിക്ക് പകരം 3 കൊടുക്കാം, മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടിക്ക് പകരം 3 സ്ക്വയർ കൊടുക്കാം. ദാറ്റ് ഈസ് 300 മൈനസ് ഹാഫ് 9.8/2 എന്ന് പറഞ്ഞാൽ 4.9 വരും. 4.9 നിയർലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 256 മീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ 256 മീറ്ററിലായിരിക്കും, 3 ഹൈറ്റിലായിരിക്കും ഈ രണ്ട് സ്റ്റോണും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 3 സെക്കൻഡ്സ്. ഇവിടെ നോക്കാം. എ ഹോട്ട് എയർ ബലൂൺ ഈസ് അസെൻഡിങ് പറഞ്ഞാൽ മുകളിലേക്ക് പോവാണ്. അറ്റ് ദ റേറ്റ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഇറ്റ് ഈസ് 80 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബലൂൺ, ഹോട്ട് എയർ ബലൂൺ മുകളിലേക്ക് പോവുകയാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് എ സ്റ്റോൺ ഈസ് ഡ്രോപ്പ് ഡൗൺ. ഇതിനകത്തു നിന്ന്, ഈ ഹോട്ട് എയർ ബലൂണിനകത്തു നിന്ന് ഒരാൾ ഒരു സ്റ്റോൺ താഴത്തേക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് ഡസ് ദ സ്റ്റോൺ ടേക്ക് ടു റീച്ച് ദ ഗ്രൗണ്ട്? എത്ര സമയം കൊണ്ട് ഈ താഴത്തേക്ക് ഇട്ട കല്ല് ഗ്രൗണ്ടിൽ എത്തും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് വാട്ട് സ്പീഡ് ഡസ് ഇറ്റ് ഹിറ്റ് ദി ഗ്രൗണ്ട്? എത്ര വെലോസിറ്റിയിലാണ് അത് താഴെ വന്ന് ഹിറ്റ് ചെയ്യുക? ഇതാണ് നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ ഹോട്ട് എയർ ബലൂണിനെ സംബന്ധിച്ച് അത് 12 മീറ്റർ പെർ സെക്കൻഡിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ബലൂണിൽ നിന്ന് ഒരു കല്ല് താഴത്തേക്ക് ഇടുന്ന സമയത്ത് അതിന് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി ഫോളിംഗ് പോലെ 0 എന്ന് എടുക്കാൻ കഴിയില്ല. കാരണം അതിന് ബലൂണിനെ സംബന്ധിച്ച് ബലൂൺ മുകളിലേക്ക് പോകുന്ന അതിൻ്റെ ഒരു വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് എടുക്കേണ്ടത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ യു എന്നുള്ള ഇവിടെ 0 അല്ല, താഴത്തേക്ക് ഫോൾ ചെയ്യുകയാണെങ്കിൽ കൂടി ഈ ബലൂണിനെ സംബന്ധിച്ച് മുകളിലേക്ക് ഒരു വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഹിയർ യു ഇസ് ടേക്കൺ ആസ് 12 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ഡിസ്പ്ലേസ്മെന്റ്? 80 മീറ്റർ ആണ് ഗ്രൗണ്ടിൽ നിന്ന് ഈ ബലൂൺ ആ സമയത്ത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഇവിടെ നിന്ന് ഗ്രൗണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന ഡയറക്ഷനാണ് പോസിറ്റീവ് എടുക്കുന്നത്. അപ്പോൾ നാച്ചുറലി താഴത്തേക്ക് എടുക്കുന്ന ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -80 എന്ന് വേണം എടുക്കാൻ. സോ എസ് ഈസ് ഈക്വൽ ടു -80 മീറ്റർ. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കല്ലിനെ സംബന്ധിച്ച് അതും താഴത്തേക്കാണ്. അപ്പോൾ താഴത്തേക്കുള്ള ഡയറക്ഷൻ ഇവിടെ നെഗറ്റീവ് എടുക്കുന്നത്, മേളിലേക്ക് ഡയറക്ഷൻ പോസിറ്റീവ്. സോ എ ഈസ് ടേക്കൺ ആസ്
മൈനസ് ജി. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് 80 ആണ്, ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു ടി മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 80, ഈ മൈനസ് സൈൻ ത്രൂ ഔട്ട് ഗുണിച്ചു, അപ്പോൾ മൈനസ് കൂടെ ഒഴിവായി. ദാറ്റ് ഈസ് 80 ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് കൊണ്ട് ഗുണിച്ചു, അപ്പോൾ മൈനസ് 12t, ഇവിടെ മൈനസ് കൊണ്ട് ഗുണിച്ചു മൈനസ് മൈനസ് കൂടി പ്ലസ് ആയി, പ്ലസ് 9.8/2 എന്ന് പറഞ്ഞാൽ 4.9 ടി സ്ക്വയർ. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. 4.9 ടി സ്ക്വയർ മൈനസ് 12t മൈനസ് 80 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടൈമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 5.45 സെക്കൻഡ്. അപ്പോൾ ഇത്രയും സെക്കൻഡ് കൊണ്ടാണ് ഈ താഴത്തേക്കിട്ട കല്ല് ഗ്രൗണ്ടിൽ എത്തുന്നത്. ഇനി എത്ര സ്പീഡിലാണ് കല്ല് എത്തുന്നത് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 ആണ്. യു എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ സ്പീഡ് നമ്മൾ എടുക്കേണ്ടത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 12 പ്ലസ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് 9.8 എടുക്കണം. സോ 12 മൈനസ് 9.8 ഇൻറ്റു ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 5.45 ആണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ മൈനസ് 49.4 മീറ്റർ പെർ സെക്കൻഡ്. മൈനസ് കിട്ടാനുള്ള കാരണം വെലോസിറ്റി താഴത്തേക്ക് എടുത്തിരിക്കുന്ന ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് വി ഈസ് മൈനസ് 41.4 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് വെഹിക്കിൾ എന്ന ടോപ്പിക് കൂടി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. വാട്ട് ഈസ് ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് എ വെഹിക്കിൾ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മൂവിംഗ് വെഹിക്കിൾ ആഫ്റ്റർ ദ ബ്രേക്സ് ആർ അപ്ലൈഡ്. നമ്മൾ ഒരു മൂവിംഗ് വെഹിക്കിളിനെ സംബന്ധിച്ചിട്ട് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ബോഡി എത്ര ദൂരം മുന്നോട്ട് മൂവ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ മൂവിംഗ് വെഹിക്കിൾ ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽ ബിഫോർ സ്റ്റോപ്പിംഗ്. നിൽക്കുന്നതിൻ്റെ മുന്നേ എത്ര ദൂരം അത് ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ആ വെഹിക്കിൾ മുന്നോട്ട് പോകുന്നു, അതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നമുക്കതിൻ്റെ എക്സ്പ്രഷൻ വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. എക്സ്പ്രഷൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഡി എസ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഡി എസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വെഹിക്കിൾ നിൽക്കായതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസിന് പകരം നമ്മൾ ഡി എസ് കൊടുത്തു. ഇവിടെ 0 ആയതുകൊണ്ട് ദാറ്റ് ഈസ് മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു ഡി എസ്, ഓർ ഡി എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 2a. ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ എന്ന് കിട്ടും. കാരണം ഇവിടെ മൈനസ് 1/2a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇഫ് ദ ഇനീഷ്യൽ സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 times then the stopping distance is increased by a factor of 4. കാരണം ഇവിടെ u2 ആകുമ്പോൾ 2 സ്ക്വയർ വരും. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 4 മടങ്ങായിട്ട് വർദ്ധിക്കും. അതേപോലെ ഇഫ് യു ഇൻക്രീസ് ദ ഇനീഷ്യൽ സ്പീഡ് ബൈ 3 times then stopping distance increases by a factor of 9. ഇത്തരത്തിൽ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്, അത് ഫോർ ഹൊറിസോണ്ടൽ മോഷൻ, അതുപോലെ ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഇക്വേഷൻ എന്തായിരുന്നു? എസ് nth ഈസ് ഈക്വൽ ടു യു പ്ലസ് a/2 ഇൻറ്റു 2n-1 എന്നുള്ള ആ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ റേഷ്യോ ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ഹൊറിസോണ്ടൽ മോഷൻ ആണെങ്കിൽ S1:S2:S3 വാസ് 1:3:5 എന്നുള്ളതും, അതേപോലെ തന്നെ കുറേ ഫ്രീലി ഫോളിംഗ് ബോഡി കേസിലാണെങ്കിലും X1:X2:X3 വാസ് ഇൻ ദ റേഷ്യോ 1:3:5 നമ്മൾ ഡിറൈവ് ചെയ്തു. അതേപോലെ തന്നെ ഇതുമായി ഫ്രീലി ഫോളിംഗുമായി ബന്ധപ്പെട്ട 2 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. കൂടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും അതിൻ്റെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇന്നത്തോടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോഷൻ്റെ സ്ട്രൈറ്റ് ലൈനിലെ അവസാനത്തെ ടോപ്പിക്കായ റിലേറ്റീവ് വെലോസിറ്റിയെക്കുറിച്ചും വളരെ വിശദമായി ഡിസ്കസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.